ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 24 മണിക്കൂറിനകത്ത് വന്ന കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ലിസ്റ്റിംഗ് അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒരു അപ്ഡേറ്റാണ്. കഴിഞ്ഞ ദിവസം വന്ന ഈ ടോ മാർക്കറ്റിൽ വന്നിട്ട് ഒരു 14 ദിവസത്തെ ഒരു സ്റ്റാക്കിംഗ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിൽ 219% API കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ ലിസ്റ്റിംഗ് ടൈമിൽ നമുക്ക് ഇത് ടോക്കൺ അൺലോക്ക് ആകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിൽ സ്റ്റാക്ക് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം അതിൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ വിടുക. ഓക്കെ. പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് സിപിൻ നെറ്റ്വർക്കിൽ വന്നിട്ട് 30% ആൾക്കാരുടെ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും 30% ആൾക്കാരുടെ KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷം ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഇതിൻ്റെ ടോക്കൺ ജനറേഷൻ ഈവൻറ്റ് അതുപോലെ തന്നെ ലിസ്റ്റിംഗ് മറ്റു കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളിതിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ KYC മസ്റ്റായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നത് AIZ കോയിനറിൻ്റെ KYCയുടെ വീഡിയോ ചെയ്തായിരുന്നു. പലർക്കും ഇപ്പോൾ KYC സ്ലോട്ട് ഓപ്പൺ ആയിട്ടില്ല. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോഴാണ് എൻ്റെ KYC ചെയ്തത്. എൻ്റെ KYC സബ്മിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 383 ടോക്കൺ വെരിഫൈഡ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ KYC സ്ലോട്ട് വരുന്നതിനനുസരിച്ച് നിങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യുക. എല്ലാവരുടെയും KYC സ്ലോട്ട് ഓപ്പൺ ആകും. ആർക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് KYC സ്ലോട്ട് വരും. പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് മൂൺസ്ബർഗിൻ്റെ വന്നിട്ട് ഒരു ലിസ്റ്റിങ്ങിനോട് അടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ വന്നിട്ട് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കണക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യും. അവിടെ വന്നിട്ട് ടെലഗ്രാം ലിങ്ക് ചെയ്യണം. ടെലഗ്രാമിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം ടെലഗ്രാമിലേക്ക് ഒരു മെസ്സേജ് പോകും. അവിടെ നിങ്ങൾ കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ടെലഗ്രാം നിങ്ങളുടെ കൺഫേം ആകും. അത് കഴിഞ്ഞ് എക്സ് നിങ്ങളുടെ ട്വിറ്റർ ലിങ്ക് ചെയ്യണം. ട്വിറ്റർ ലിങ്ക് ചെയ്യാനൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ചിലപ്പോൾ പെട്ടെന്നാകും, ചിലർക്കാകുന്നില്ല. ആകാത്തവർ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രോമിൽ പോയിട്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം അവിടെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ വാലറ്റ് ലിങ്ക് ചെയ്യണം. വാലറ്റ് ലിങ്ക് ചെയ്യുന്നതിന് മെറ്റാമാസ്ക് ആകും. ERC20യുടെ വാലറ്റാണ് ചോദിക്കുന്നത്. വാലറ്റും കൂടെ ലിങ്ക് ചെയ്യുക. വാലറ്റ് ലിങ്ക് ചെയ്യാൻ കഴിയുന്നുള്ളവർ ലിങ്ക് ചെയ്യുക. എനിക്കിതുവരെ വാലറ്റ് ലിങ്ക് ചെയ്യാൻ കഴിയുന്നില്ല. ബാക്കി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് പെട്ടെന്നാകുന്നുണ്ട്, ചിലർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പ്രോബ്ലംസ് അവർ സോൾവ് ചെയ്യുമെന്ന് കരുതുന്നു. എനിക്കപ്പോൾ ലിങ്ക് ആയിട്ടില്ല. നിങ്ങളിത് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ വന്നിട്ട് കണ്ട ഒരു അപ്ഡേറ്റാണ് BNB നെറ്റ്വർക്ക്. ഇത് അത്രത്തോളം ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ഒരു ഡിസംബർ 31 ലിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. 3-4 എക്സ്ചേഞ്ചിൻ്റെ പേരൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. 2 സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും 2 ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും. ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ബിനാൻസ് സ്മാർട്ട് ചെയിനിലാണ് ഇവർ ടോക്കൺ കൊണ്ടുവരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ കൺഫർമേഷൻ വന്നതിന് ശേഷം കോൺട്രാക്റ്റ് അഡ്രസ്സ് ഞാൻ ഇടും, ടെലഗ്രാമിലിടും. അത് നിങ്ങൾ ആഡ് ചെയ്യുക. വിഡ്രോ കിട്ടുകയാണെങ്കിൽ വിത്തൗട്ട് ഗ്യാസ് ഫീ വിഡ്രോ കിട്ടുകയാണെങ്കിൽ നമുക്കിത് വിഡ്രോ ചെയ്യാം. പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് ഏജൻറ്റ് 301 വന്നിട്ട് OKX ഒരു പാർട്ണർഷിപ്പ് ആയിട്ട് ഒരു അനൗൺസ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിലും വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ വന്ന ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് മൈൻ ചെയ്ത് കോയിൻസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഓർ പ്രോട്ടോക്കോളിൽ വന്നിട്ട് അവരുടെ ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ 16-ാം തീയതിയാണ് ഇതിൻ്റെ ലിസ്റ്റിങ്. 2 നമ്മൾ കരുതിയത് വലിയ ബിനാൻസ് ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്യുമെന്നാണ്. പക്ഷേ അവർ 2 ചെറിയ എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം പ്രോഫിറ്റ് വരുമെന്നുള്ള അറിയില്ല. ഓക്കെ. പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് പാവ്സിൽ നിങ്ങൾ മൈൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഓപ്ഷൻ ക്ലെയിം ചെയ്യുക. ഇപ്പോൾ വന്നിട്ട് ഒരു 5 എണ്ണം നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും. ബാക്കി ഒരു ചെറിയ ടോൺ ഡിപ്പോസിറ്റൊക്കെ ചോദിക്കുന്നുണ്ട്. ടോൺ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. ഇല്ലാത്തവർ ഫ്രീ ആയിട്ടുള്ള ടാസ്കുകൾ നിങ്ങൾ ഏൺ ചെയ്യുക. പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഡോക്ടർ എക്സ് വന്നിട്ട് നമ്മുടെ വിഡ്രോ എല്ലാം ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ എക്സിൻ്റെ വിഡ്രോ മറ്റു കാര്യങ്ങളെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ എക്സ് പോർട്ടൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്ത എക്സ് പോർട്ടൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എക്സ് പോർട്ടൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നമുക്ക്
ഡോക്ടർ എക്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇവിടെ എന്ത് ചെയ്യുക, ഈ പ്ലസിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ പ്ലസിൻ്റെ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ DRX എന്ന് പറഞ്ഞ് ഇവിടെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ടോക്കൺ ഇവിടെ വരും. ഇവിടെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം ബാക്ക് അടിച്ച് റിട്ടേൺ ഇറങ്ങരുത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട്. ഈ കാണുന്ന ഇത് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്ത് റിട്ടേൺ ഇറങ്ങാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടോക്കൺ കാണാൻ കഴിയില്ല. ഇതിങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്ന ടോക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ടോക്കൺ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ 1-2 മണിക്കൂറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടോക്കൺ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിലോ അതുപോലെ തന്നെ റിപ്ലൈ ഒക്കെ ഇടുക. ഓക്കെ. CTO എന്ന് പറയുന്ന ഒരു ടോക്കൺ നമ്മൾ ഇടയ്ക്ക് മൈൻ ചെയ്തായിരുന്നു. അപ്പോൾ നാളെ വന്നിട്ട് ഒരു 17 മണിക്കൂർ ഇവിടെ കാണുന്നുണ്ട്. നാളെ ഇതിൻ്റെ സെക്കൻഡ് വിഡ്രോ ഓപ്പൺ ആകും. സെക്കൻഡ് വിഡ്രോ ഓപ്പൺ ആകുന്നതിനനുസരിച്ച് എൻ്റെ വീഡിയോ ഞാൻ ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓവർ വാലറ്റ് വന്നിട്ട് ഹാസ്കി ഗ്ലോബൽ, അതുപോലെ തന്നെ ബിങ് പിന്നെ വേറെ 1-2 ചെറിയ എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. ഓവർ വാലറ്റിലേക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഓവർ വാലറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ്, ഇവിടെ ഇതുപോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കാണും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇൻ്റർഫേസെല്ലാം മൊത്തത്തിലൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു മെയിൽ അയക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഇങ്ങനെ വരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. സൈൻ ഇൻ ഓർ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ആൾറെഡി ജോയിൻ ചെയ്തവരാണ്. നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. ഇമെയിൽ ID ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ഇതുപോലെ കാണാൻ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ഇമെയിൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ രണ്ടും നമ്മൾ കൊടുത്തതിന് ശേഷം എഗ്രി ചെയ്യുക. അപ്പോൾ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെയിലിലേക്ക് ചിലർക്ക് വെരിഫിക്കേഷൻ പോകുന്നുണ്ട്, ചിലർക്ക് വെരിഫിക്കേഷൻ വരുന്നില്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇമെയിൽ വെരിഫൈ എന്ന് പറഞ്ഞ് നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ പോകും. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ വെരിഫിക്കേഷൻ്റെ ഇമെയിൽ വരുന്നില്ല. നിങ്ങൾക്ക് ഇമെയിൽ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇതിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ലാസ്റ്റ് പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്ത് കഴിഞ്ഞ ടോൺ സ്റ്റേഷനിൽ വന്നിട്ട് അവരുടെ ടോട്ടൽ സപ്ലൈ ഇവിടെ വന്നിട്ടുണ്ട്. 60% കമ്മ്യൂണിറ്റിക്കാണ്. ഒരു 42 ബില്യൺ ഇവിടെ കാണുന്നുണ്ട്. ബാക്കി അവരുടെ ടീമിനും മറ്റ് എക്സ്ചേഞ്ചുകൾക്കും ഒക്കെ കൊടുക്കാനുള്ള ഡീറ്റെയിലാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇവിടെ ലിസ്റ്റിംഗ് വന്നിട്ട് ഡിസംബർ 22 ഇത് ടോക്കൺ വലിയൊരു വാല്യൂ വരാനുള്ള സാധ്യത എനിക്ക് കാണുന്നില്ല. കാരണം ഇവിടെ പറയുന്നത് 7.5 മില്യനാണ് ഇവർ എന്ന് പറഞ്ഞിട്ട് ഫണ്ട് റിലീസ് ചെയ്യുന്നത്. ഓക്കെ. ഫണ്ട് ഡിവിഡൻഡ് വാല്യൂ വന്നിട്ട് ഇത്രയും ഉള്ളൂ. അപ്പോൾ വന്നിട്ട് വലിയൊരു വാല്യൂ എനിക്ക് തോന്നുന്നത് 00001 00002 അങ്ങനെയൊക്കെ ആയിരിക്കും ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു സാധ്യത ഇതിൽ കാണുന്നുള്ളൂ. അപ്പോൾ ബൾക്കായിട്ട് ടോക്കൺ ഉള്ളവർക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ ടോക്കൺ ഉള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ ഒരു ടോൺ ഡിപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഒരു വാല്യൂ ഒക്കെ കിട്ടുമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ എങ്കിലും ഇവർ പറയുന്നത് ഇത് ഹോൾഡ് ചെയ്യാനാണ് ഇവർ പറയുന്നത്. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വളരെയധികം വില പിന്നീട് കൂടും എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ സെക്കൻഡ് സെക്ഷൻ നടക്കുന്നുണ്ട്. അത് മാർച്ച് 13 അവസാനിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു 24 മണിക്കൂറിനകത്ത് വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.